നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. കിട്ടും. എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു സർബത്ത് കിട്ടിയതേ മന്ത്രിയുടെ ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. ഈ എന്ത് ഉള്ള കോമഡിയാണ്. MLA മാറ്റി മന്ത്രിയാക്കിയാണല്ലോ. നിങ്ങളുടെയൊക്കെ റേഞ്ചിന് പറ്റിയൊരു കോമഡി പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, സാർ എത്ര നേരം എവിടെയായിരുന്നു? എടാ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. ആ ഗ്രൗണ്ട് സിഗ്നലില്ലേ, അതിന്റെ അടുത്ത് കേബിൾ കുഴിയിൽ ഒരു ചേച്ചി വീണ്. ഒറ്റ തിരിഞ്ഞു നോക്കാണ്ടായില്ല. എന്നിട്ട് ഞാൻ ആ ചേച്ചി ഒരു ഓട്ടോ എടുത്ത് ആശുപത്രി കൊണ്ടാക്കി ബ്ലഡും കൊടുത്തിട്ടാണ് വരണത്. എത്ര വയസ്സുണ്ടായി? ചേച്ചിക്ക് ഒരു 40-45. ചേച്ചിക്കല്ല, ചേച്ചിയുടെ പുത്രിക്ക്. ചോദിച്ചില്ല, ഒരു 17 ഉണ്ടാവും. അതാണ്. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കൂടാ. അതാണ്. എടാ മറ്റേ സാധനത്തിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇത് MLA-യുടേത്, ഇത് മന്ത്രിയുടെ. അപ്പൊ എനിക്കാ വല്ല MP-യുടെ ശുപാർശക്കത്തോട്ട് വാബായി. ഈ തിരക്കിന്റെ ഇടയിലാണ് ഊടെ തമാശയായിട്ട് വന്ന് ഫുഡ് കിട്ടും. നമ്മുടെ ഒരു മാസത്തെ ശമ്പളം, പലിശക്കാരൻ, റേഷൻ കട, ഇൻസ്റ്റാൾമെന്റുകാരൻ, പണക്കാരൻ, ലോണ്, പെട്രോൾ, ഇവരാരും ഈ മാസം വന്നിട്ട് കാര്യമില്ല. പട്ടായ. അയ്യോ എടാ, അപ്പൊ പാത്തുള്ള ഗിഫ്റ്റ് മേടിക്കണ്ടേ? അതിനൊരു 1000 രൂപ മാറ്റിയാ പോരെ? അത് മതി. പങ്കാളി, നമ്മൾ ഇത്രയും നാളും കൂട്ടി വെച്ചതും ഈ മാസത്തെ സാലറിയും കൂടെ ചേർത്ത് 24,000 രൂപ വട്ടം എത്തിയിട്ടുണ്ട്. അതിന്ന് ഒരു 30 രൂപ കുറയും. എന്താ ആ സർബത്തിന് കാശ് കൊടുത്തില്ലേ? ഇവനെന്തൊരു തോൽവിയാടാ. എടാ ഓഫർ ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലേ 24,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ആ ഫൈസൽ പറഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ശരിക്കും പട്ടായ പോവും. ഇവളെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാല. അവള് വേണ്ട. സവാട്ടിക്കല്ലട്ടാ, അക്ബർക്കാണ്. സവാദിക്ക എന്ന് പറഞ്ഞ നമസ്കാരം. അതെന്തെങ്കിലും മറ്റേ ഐറ്റങ്ങൾ അവിടെ കിട്ടും. ഹലോ, നിന്റെ അച്ഛൻ ആക്സിഡന്റ് ആശുപത്രിയിലാണ്. 24,000 രൂപ ഉടനെ കെട്ടണമെന്ന് പറഞ്ഞു. എന്റെ കെട്ടാൻ ബെൽറ്റ് മാത്രമേ ഉള്ളൂ, കാശൊന്നുമില്ല. എന്തുടാ? അച്ഛൻ ആക്സിഡന്റ് ആയി, 24,000 രൂപ കെട്ടി വെക്കണമെന്ന്. അപ്പൊ പട്ടായ എങ്ങനെ പോകാനാണ് ഭായി? ആ കാശ് കൊണ്ടുപോയി ആശുപത്രിയിൽ അടക്കും. ഈ ഫ്ലോറിൽ തന്നെയാണോ? മരിച്ചിട്ടൊന്നുമില്ല, ഇച്ചിരി കൂടുതലാണ്. എന്നാലും നീ ഫ്ലെക്സ് പറഞ്ഞു. അയാളുടെ ഫോട്ടോ എന്റെ അല്ല. എന്താണ് മാഷെ, എന്തു പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. അയ്യോ, കുഴപ്പമൊന്നുമില്ല. അല്ല, കുഴപ്പമില്ലായൊന്നുമില്ല, ആക്സിഡന്റ് അല്ലേ. എവിടെ വെച്ച്? ആ ഗ്രൗണ്ട് സിഗ്നലിന്റെ അടുത്ത് വെച്ചിട്ടാ കുഴി വീണതാ. ഗ്രൗണ്ട് സിഗ്നലാ? കർത്താവേ, അത് ഇവന്റെ അച്ഛനായിരുന്നാ? അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന? ഇവിടെ ആവുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ എന്ന് ഇന്നറിയാം. ഇതാണോ ദീപ്തി? അതെ, പേഷ്യന്റിന് മാറാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം എടുത്തിട്ടുണ്ട്. ഞാനാ? ഇല്ലാതെ ഇങ്ങനെ പോവോ? ഓടാപ്പ അന്തോണി, ഈ ക്യാഷ് ഇതുവരെ അടച്ചില്ലല്ലോ. അല്ല, അതിന്റെ പൈസ ഒക്കെ എന്തെങ്കിലും ഉണ്ടാ? ടൂറിന്റെ പൈസ കയ്യിലിരിക്കൽ. ഈ ചീഞ്ഞ ബനാന എടുക്കണ്ട കേട്ടാ. എന്നിട്ട് കൂടലും ഉമ്മയ്ക്ക് വിളിച്ചിട്ട് എന്താ ഷർട്ട്? ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. എടാ, നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വരടൂടാ?
എന്താ ഇങ്ങനെ? എൻ്റെ അമ്മ ഇവിടെ ICUലുണ്ട്. ക്രിട്ടിക്കലാ. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ. പങ്കാളിയെ ബില്ലടിച്ചിട്ടാ ഒടുക്കത്തെ തിരക്കായിരുന്നടാ. താങ്ക്സ് പങ്കാളി. ഫ്രണ്ട്ഷിപ്പിലൊക്കെ എന്ത് താങ്ക്സ് വെച്ചാണ്. എത്രയാണ്? 26,000. നീ കയറ്റി വയ്ക്കല കറക്റ്റ് പറ. എന്താന്ന്? നീ കമ്മീഷൻ അടിക്കല കറക്റ്റ് എമൗണ്ട് പറ. കമ്മീഷനാ? നീ കറക്റ്റ് എമൗണ്ട് പറ. ഒറ്റ ഇടി വെച്ചാൽ ഇറങ്ങിണ്ടല്ലോ. നീ ഇടിക്ക് പക്ഷെ കയറ്റി വയ്ക്കല്ലേ. അവന്റെ അച്ഛനെ വയ്യാതെ കിടക്കുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ. ശരിക്കും എത്രയായി? 22,000. അളിയ 24,000. 1000 അപ്പൊ 22,000. ഇനി വീട്ടിലടയ്ക്ക് എന്റെ പട്ടി പോവും. ആ അമറേ, ആ ആംബുലൻസ് ഡ്രൈവർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലല്ലേട്ടോ വരട്ടേന്ന്. അതല്ലടാ, അവനാണ് നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ. അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതും. ഒന്ന് പോയി കണ്ടേരി. ജഡായു സാബു. ജഡായു സാബു? ചേട്ടാ ഈ സാബു ജഡായു സാബു. താങ്ക്സ് ചേട്ടാ. അപ്പൊ ഓക്കെ എന്നാ. ചേട്ടാ ചേട്ടൻ പോണേണോ? പിന്നെ ഞാനീ താങ്ക്സ് കേൾക്കാൻ വേണ്ടി നിന്നാ. ചേട്ടൻ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ. അതിലൊന്നൊരു കാര്യമില്ലടോ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. നമുക്ക് എന്താണ്, നാളെ നമ്മളെ ഒരു വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്നാൽ ആരും തിരിഞ്ഞു നോക്കാതെ പട്ടിയെ പോലെ കിടന്ന് ചാവരുത്. അത്രേ ഉള്ളൂ. അതാണ്. അതെ, ഈ ജഡായു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വരുമല്ലോണാ. അത് ആളുകളെ പറന്നു നിന്ന് രക്ഷിക്കുന്നോണ്ട് നാട്ടുകാരിട്ട പേരാ. പറഞ്ഞു നിന്ന് രക്ഷിക്കുന്ന ഡിങ്കനല്ലേ? എന്താ? ഒന്നുമില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ശരി. അല്ല ചേട്ടാ അങ്ങനെ പോലെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. എനിക്കൊന്നും വേണ്ട. ഓക്കെ. അതല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങണം. സാബു അങ്ങനൊന്നും വാങ്ങാറില്ല. പറ്റില്ല ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ. വാങ്ങണം. എന്നാ ഒരു 100 രൂപ. അതിച്ചിരി കൂടുതലല്ലേ ചേട്ടാ? മാങ്ങാ തൊലി വെറുതെ മനുഷ്യനോടിയാക്കാൻ. ചേട്ടാ പറയട്ടെ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. ചേട്ടൻ എങ്ങനെ തളിക്കുവോ? ഇല്ല, കമത്തും. പങ്കാളി നമ്മുടെ ചോരാണ്. അതെ, ഞങ്ങള് വട്ടായക്കൊരു പുണ്യയാത്ര പോകാൻ വേണ്ടി ഇരുന്നാണ്. അതിനിപ്പോ നടക്കൂല. ഇതെങ്ങനെ നടക്കട്ടെ. ഓക്കെ. പക്ഷെ ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന സമയം, ഞാൻ പറയുന്ന സാധനം, നിങ്ങളുടെ ചെലവ്. ഓക്കെ? ഹലോ, കുരിശുവല്ല എടുത്തോ? ഞാൻ എത്തി. ഇതെന്ത് സാധനടാ? കൊള്ളാട്ടാ. നല്ല മനുഷ്യൻ. ആ 100 രൂപയും കൊടുത്ത് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. ഒന്നും പറയണ്ടപ്പ. അവള് രാത്രി തച്ചിനിരുന്ന് എടുത്ത സെൽഫിയൊക്കെ അവനെ ഉടക്കി കഴിഞ്ഞപ്പോ ഭർത്താവിന് അയച്ചു കൊടുത്തു. ഒന്ന് സ്പീഡിൽ പോടാക്കൂ. ഇതിന്റെ മാക്സിമം സ്പീഡാണ്. നിന്റെ കൂടെ പിടിക്കാൻ പതുക്കെ പോയിട്ടാണ് ഇതിന് മൈലേജ് കിട്ടാത്തത്. എന്നിട്ട് നീ നേഴ്സിന്റെ കാര്യം പറയണം. അവളുടെ ഭർത്താവ് ദുബായിന്ന് വന്നു. അത് എന്റെ സ്റ്റെപ്സ് എല്ലാം കുളമായിരുന്നു. ആരും തെറ്റിച്ചാലും നമ്മുടെ മേക്കിട്ട് എറിയും. ഇവള് ഡെയിലി ഓരോരുത്തരുമാരാണോ കൊണ്ടുവിടുന്നത്? ഇവിടെ സിനിമാറ്റിക് ഡാൻസിന് തന്നെയാണ് പോണത്. അത് നിനക്ക് അവളോട് തന്നെ ചോദിക്കാറുന്നില്ലേ? അതിനിപ്പോ ഞാൻ ചോദിക്കും. കാണണം. ചോദിക്കടാ. ഞാൻ ചോദിക്കടാ. നീ പോടാ. ദേവൻ ചോദിക്കാൻ പോണേ. നീ വണ്ടി വിട്. ചോദിക്കട്ടാ. ഇവിടെ നിർത്തിയാൽ മതി. നാളെ നേരത്തെ വന്നേക്കണേ. ഇവിടെ മതി. അപ്പൊ ഓക്കെ. ഇവളെ ഡെയിലി ഓരോരുത്തന്മാരാണല്ലോ കൊണ്ടാക്കണത്. ഇവള് സിനിമാറ്റിക് ഡാൻസിന് തന്നെയാണോ പോണത്? നിന്റെ ഡയലോഗ്. ഇവന് കിട്ടേണ്ട അടിയായിരുന്നു. സിനിമാറ്റിക് ഡാൻസ് ഞാൻ നിർത്തി. ഇപ്പൊ കൊട്ടേഷനാടാ പണി. ഒന്നും മിണ്ടരുത്. ചെല്ല്. ഇപ്പൊ ചോദിക്കാൻ കറക്റ്റ് ടൈമാ. നീ പോ. പിന്നെ ബെസ്റ്റ് സമയമാണ്. എന്താ ചാപ്പേ, അവളുടെ അച്ഛൻ കിടപ്പിലായപ്പോ കുടുംബം നോക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേടാ അവള് ചെലം കേട്ടേണ്ടി വന്നത്. സിനിമാറ്റിക് ഡാൻസിന് എവിടെയാണ് ചെലങ്ക? ചെലങ്കയില്ല. ശരിയാണ്, സിനിമാറ്റിക് ഡാൻസിൽ ചെലങ്കയില്ല. നീ വണ്ടി എടുത്തേ. വണ്ടി എടുക്കാം, പക്ഷെ ചെലങ്കയില്ല.
എടാ പാത്തുവിന് എന്തോ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഗിഫ്റ്റാ? എന്ത് ഗിഫ്റ്റ്? എനിക്ക് ഓർമ്മയില്ല. അതെ, എനിക്കിപ്പോ ഗിഫ്റ്റ് വേണ്ടല്ലോ. അപ്പൂപ്പൻ ആശുപത്രിയിലായോണ്ട് കൊറേ കാശ് വേണമെന്ന് ഉമ്മി പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണ്ട, അടുത്ത ബർത്ത്ഡേക്ക് വലിയൊരു ടെഡി വേണം. ഇതെന്നാ മതി. അതൊക്കെ, പക്ഷെ വലുത് പറ്റൂല. ചെറുത്. അല്ല, വലുത് വേണം. ഇല്ല ചെറുത് 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 എനിക്ക് ചെറുത് വേണ്ട, വലുത് മതി. അല്ലല്ല, ചെറുത് വാങ്ങിച്ചു. ചെറുതാണ് നല്ലത്. ചെറുത് ഓക്കെയാണ്, ചെറുത് ഓക്കെയാണ്. എന്നാ എനിക്കിപ്പോ വേണ്ട. എനിക്ക് വേണ്ട. ഇതിലേത് കരടി വേണം? ടിക്കറ്റ് എന്ത്? കാലിന് സുഖമില്ലാത്ത 3 ടിക്കറ്റ്. കാലിന് സുഖമില്ലാത്തവനൊക്കെ എന്തിനാണ്? എന്ത് പറ്റിയടാക്കു? ടിക്കറ്റ് കിട്ടിയില്ലേ? താങ്ക്സ് ഡാ. 2 ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി നീ ബ്ലാക്കിന് വിറ്റോട്ടാ. ശരിക്കും അടിച്ചടാ. ടിക്കറ്റ് ഞാൻ എടുക്കാം. ഞാൻ അവളെ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുപ്പിക്കും. ഈ അമറേട്ടൻ പറഞ്ഞാൽ ജനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാശ് തടപ്പട്ടി. സത്യത്തില് ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ചിരി കണ്ടിട്ട് അവള് വീണെന്നാ തോന്നണത്. ഒന്ന് പൊക്കടാ പറഞ്ഞു. പിന്നെ ജനി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ സ്വാധീനം ഉപയോഗിക്കുന്ന ശരി. ദേ പോലീസ് വന്നു. ഇപ്പൊ കിട്ടും കീറ്. സമയം വേണ്ട വേണ്ട, എൻ്റെ ഉണ്ട് 4:30. സമയം 4:30 ആയിരുന്നു. ചേട്ടാ അതെ, ഒന്ന് കുനിഞ്ഞിരിക്കും. ഏത്? ഈ പടം തീരണവരെ 2.5 മണിക്കൂർ കുനിഞ്ഞിരിക്കാനാ? വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കാണാ ഊളെ. എടാ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചു? മോന്തെങ്കിൽ മോന്ത അത് ശ്രദ്ധിച്ചാ? എന്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോ അവക്കൊരു നാണം വന്ന കണ്ട. ശരിയാണ്, അവള് നാണം കിട്ടും. അല്ലേലും നിന്റെ വൈഫാണെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിന്റെ തൊലിയുരിഞ്ഞു പോലടാ. എന്നാ ഞാനൊരു സത്യം പറയാം. വേണ്ട, നീ പറ. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ ജനിയുടെ സത്യം? ചിലപ്പോ സത്യം ആയിരിക്കൂടാ. ഒരു തന്നെ മോന്താരം അടിച്ചു പൊളിക്കുന്ന സൗണ്ട് കേട്ടാ. അപ്പൊ ശരി. അല്ല, പിടിച്ചു എന്ന് വെച്ചാ പിടിച്ചേനെ. ഞാൻ പിടിച്ചു. നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് സൂപ്പറാണ്. ലോ ക്ലാസ്സിനും ഓക്കെ. ദോശ. ഇന്നത്തെ ബില്ല് ഞാൻ കൊടുത്തോളാം. ഏതായാലും ഇന്നവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്. എപ്പോ പറഞ്ഞു? പറയൂല, അതിന്റെ ഒരു സന്തോഷത്തിന്. ഓ, ആദ്യം പറയട്ടെ. ചിലപ്പോ എന്നെ ആയിരിക്കും പറയണം. എന്നാലും ബില്ല് നീ ഇതിനെ കൊടുത്തോട്ടാ. ബില്ല് നീയാണ് കൊടുക്കണത്. അപ്പൊ ചേട്ടാ ഒരു മീൻ വറുത്തം കൂടി, കുറച്ച് സവാളയും കൂടി വെച്ചോ കേട്ടോ.
അയെല്ലാം വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് പുളിയിട്ട് വെച്ച പങ്കാളി, ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ജെനിയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലാത്ത എന്താണെന്നറിയാം. നിനക്കുള്ള കിട്ടൂല നിനക്കെന്നെ അറിയാല്ലേ. എൻ്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഒരു 2 വരി പാട്ട്. ഒരു പെണ്ണിന്റെ കണ്ണി നോക്കി ആ 2 വരി അങ്ങോട്ട് പാടിയാലുണ്ടല്ലോ, അവളെ എപ്പ വീണെന്ന് ചോദിച്ചാൽ മതി. ഏഞ്ചലിന്റെ അപ്പനെ വീഴ്ത്തിയതാണല്ലോ. പെണ്ണിന്റെ അപ്പനെ വീഴ്ത്തുന്ന കാര്യമല്ല പറഞ്ഞത്, പെണ്ണിനെ വീഴ്ത്താൻ ഈ 2 വരി മതി. അങ്ങനെ തന്നെയാ അവളെ വീഴ്ത്തിയത്. ചേട്ടാ ചട്നി തന്നെ. ആ ചട്നി വന്ന്. ഏതാണ് ആ 2 വരി? എന്ത് നീ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പെണ്ണുങ്ങളെ വീഴ്ത്തണ? മറ്റേ പെണ്ണുങ്ങളാ? എല്ലാ പെണ്ണുങ്ങളെയും. ആ 2 വരിയാ അറിയണ? ഒന്ന് പറയടാ. ഇന്നൊരു മൂടില്ല, നാളെ ആവട്ടെ. ചേട്ടാ ഇച്ചിരി ചട്നി. എന്താണ് ചേട്ടാ ചട്നിയല്ലേ ചോദിച്ചത്? ചേട്ടൻ്റെ കിഡ്നി ഒന്നും അല്ലല്ലോ. ഒന്ന് പറയടാ. നിനക്ക് എന്തിന്റെ പ്രാന്നാണ്? അവൻ വെറുതെ എന്നെ മൂപ്പിക്കാൻ വേണ്ടിട്ട് അത് കേട്ട് വാവിളിക്കാൻ നീയും. നീ ഒന്നും മിണ്ടായി, അവൻ പറയട്ടെ. നിനക്ക് ഞണ്ണി തിന്നാ പോരെ? എന്താന്ന് മിണ്ടാതിരുന്ന് ഞണ്ണാൻ. ഓ പൈസ നീ കൊടുക്കണോണ്ടായിരിക്കും അല്ലേ? ആ അതെ. അക്ബറിന് അങ്ങനെ ആരോ ഓച്ചാരൊന്നും വേണ്ട. ആ എങ്കിൽ തിന്നണ്ട. ആ തിന്നുള്ള നീ എവിടെ നിറാക്കൂ? എനിക്കൊന്നും വേണ്ട. വെറുതെ ഷോ കാണിക്കണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാനാ പറഞ്ഞ ഇരിക്കാൻ. എനിക്ക് വേണ്ടെന്നേ. തിന്നണില്ലാന്ന് ഉറപ്പിച്ചാ നീ? ആ തിന്നലാന്ന് ഉറപ്പിച്ച്. എന്നാ എന്റെ മീൻ വറുത്ത എടുത്തോട്ടാ. വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണം മീൻ തിന്നാൻ വേണ്ടിട്ട്. ഇനി അമ്മച്ചിയുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എന്ത് പറയൂ? എന്റെ അമ്മച്ചിയെ, അമ്മച്ചിയെ, അയ്യോ അമ്മച്ചി. അമ്മച്ചി ഇതേ ശരി വന്നേക്കണ്. അവളോട് ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചൊന്ന് കളർഫുള്ളാക്കാൻ പറ എന്റെ അമ്മച്ചിയെ. അയ്യോ അമ്മേ, ജനി പോയമ്മേ. അടിച്ച വാ. ആംബുലൻസ് അല്ലടാ, ആ അലറിട്ട് പോയ ഒരു പോലീസ് തീർന്നോ? അതൊക്കെ ഞാൻ ആദ്യം ഊറ്റി. പിന്നെ ഒരു ഫുള്ളി ഞങ്ങൾ 2 പേരും എങ്ങനെ തകയാനാണ്? നീ ഇന്ന് റേച്ചനോട് പറ, അങ്ങോട്ട് ആവശ്യമല്ലേ? ഒന്ന് പറടാ. സമാധാനമായല്ലോ. ആരെങ്കിലും വരും, കൊടുക്കാനും സാധനമില്ല അല്ലേ? അമ്മച്ചിയേ, അയ്യോ ചേട്ടാ സാധനം തീർന്നു, മേടിക്കണ്ടേ? അയ്യോ അമ്മച്ചി. ഏതാ ബ്രാൻഡ്? എമ്മച്ചി 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 അമ്മച്ചിയേ. ദളപതി, അത് ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ വെച്ച് ചോദിക്കാൻ പാടണമെന്ന് അറിയില്ല. എന്നാലും എന്താടാ മറ്റേ 2 വരിയതാടാ. നീ അത് വിട്ടില്ലേ? അമ്മച്ചിനെ കൊണ്ടുപോകല്ലേ? അമ്മച്ചിക്ക് ഇനി സെൽഫി എടുക്കാൻ പറ്റില്ലല്ല. അവസാനമായിട്ട് ഞാൻ എന്റെ അമ്മച്ചിയുടെ ഫോണിലൊരു സെൽഫി എടുത്തോട്ടെ. എന്റെ അമ്മച്ചി എടാക്കു എഴുന്നേറ്റോ ഒന്ന്. ഇതൊന്നും ലിഫ്റ്റ് കേട്ടാൻ പറ്റില്ല. മാറ്റങ്ങോട്ട് കാല്. എടാ ദളപതി, ദളപതി, എടാ കുപ്പിയുടെ ബാലൻസ് അവിടെ വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങടാ. എടാ ഒന്ന് എണീറ്റടാ. എടാ ഒന്ന് എഴുന്നേക്കാൻ.
മരിച്ച വീട്ടിൽ വന്ന് കിടന്ന് ഒരുമാതിരി പോക്കൃതരം കാണിക്കരുതട്ടാ. നിന്റെയൊക്കെ വീട്ടിലും ആരെങ്കിലും ചാവുമല്ല. ശരിയാക്കി തരാട്ടാ. ഒറ്റ കുപ്പിക്കാൻ കാശല്ലേ എന്റെ മരിച്ചുപോയി അമ്മച്ചാണ് സത്യം. അതിന്റെ പുറകെ നടന്നിട്ട് ഇതുവരെ ആർക്കും മര്യാദക്ക് കാശിട്ട് ചരിത്രം. പിന്നെ എന്താ അതിനൊരു കളർ വ്യത്യാസം? മൂപ്പര് ഓർലിക്സേ കഴിക്കും അല്ലേക്കാ? ഹോർലിക്സ് കുടിക്കേണ്ട ഒരു പ്രായം കണ്ടില്ല. അവന്മാര് എന്തൊരു കുടിയാണ് കുടിക്കണത്. സങ്കടം കൊണ്ടല്ലേടി? സങ്കടം. അവൻ രാവിലെ എണീറ്റ് നീ ടൂറിന്റെ ടിക്കറ്റ് എടുക്കാൻ ഫൈസലിന്റെ അടുത്ത് പോകുന്നു പറഞ്ഞതാ. എണീക്കോ ആവോ? അതൊക്കെ അവൻ എഴുന്നേറ്റോളും. ടൂറിന്റെ കാര്യല്ലേ. അവന്മാര് ഈ പട്ടായ എന്ന് പറയണ്ടല്ലോ. അവിടെ ഇതിന് മാത്രം എന്താ ഉള്ളേ? അവിടെ കുറെ ബുദ്ധപ്രതിമകളുണ്ട്. അവരവിടെ തൊഴാൻ പോകുന്നതായിരിക്കും. ഓ എന്റെ ബുദ്ധദേവാ. നല്ല മണം. ഈ കാനയുടെ പണി ഇതുവരെ തീർന്നില്ലേ? അത് അവര് ചെയ്ത് തീർത്തോളും. നിങ്ങൾ അങ്ങോട്ട് മിണ്ടാണ്ട് നടക്കും. ഓ എന്തുന്നാടാ ഇത്? വന്ന് നീയൊക്കെ കട്ടൻ ചായ കുടിക്കണതും കള്ളു കുടിക്കണ പോലെ ആയില്ല. അച്ഛൻ നേരത്തെ പോയാ? ആ കൊണ്ടുപോയി അച്ഛൻ. താനിന്ന് സ്കൂളിൽ പോണല്ലേ? പനിയാ. ഓ പിന്നെ പനി. വെറുതെ സീൻ ഇറക്കാണ്ട് സ്കൂളിൽ പോകാൻ നോക്കടോ. അല്ല അമ്മേ, നല്ല ചൂടുണ്ട്. എന്തായാലും ഡോക്ടറെ കൊണ്ടേ കാണിക്കണം. എവിടെ നോക്കട്ടെ. നിനക്ക് ഭ്രാന്താണ്. ഇവക്കൊരു കുഴപ്പമില്ല. എന്നാ ചെന്ന് ഡോക്ടറെ കാണിക്കും. ഇവളുടെ മുഖം ഒന്ന് വാടിയാൽ തന്നെ എന്റെ കൈയും കാലും തളരും. എന്നാ ഒരു കാര്യം ചെയ്യും, ഇവളോട് ഇരിക്കട്ടെ, നീ പോയി ഡോക്ടറെ കാണും. ആ ടൂറിന്റെ സമയമായപ്പോ പിന്നെയും വന്ന ആശുപത്രി കേസ്. ഇതുപോലെ 5-6 കല്യാണം കൂടെ നടത്ത്. എന്തായാലും ഒന്ന് മുടി വെട്ടണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കട ഓർക്കൂല. എല്ലാ പുഴമാരും മുടി വെട്ടാൻ തീരുമാനിക്കുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. അമറേ സുഖം. പിന്നെ അതെ, ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ തന്നെ വന്നാ. എന്താ? നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിച്ചാലോ? അതിന്റെ കാശ് ചേട്ടൻ തന്നെ കൊടുത്തോളൂ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു മിനിറ്റ്. ഹലോ, ഓർമ്മയുണ്ടോ? പൊടിഞ്ഞു തുടങ്ങി റോട്ടിൽ കിടന്നപ്പോൾ ഞാനാണ് കൃത്യമായിട്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചത്. അതിന് കാശ് വല്ലതും വേണം? അല്ല, എനിക്കൊരു കിണ്ടിയും വേണ്ട. ചെല്ല്. നമ്മളൊരു ഉപകാരം ചെയ്തിട്ടൊരു താങ്ക്സ് എങ്കിലും പറയണമല്ലോ. എന്താണ് ചേട്ടാ ഞങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞു? എടാ അതെ. ഹലോ, എന്താ അമ്മ? എന്ത് പറ്റി? ഞങ്ങൾ പോരാ സബു ചേട്ടാ, ഞങ്ങൾ വൈകിട്ട് വിളിക്കും. എന്താടാ? ഒന്നുമില്ല. നീ കാര്യം പറടാ. നീ ഇങ്ങോട്ട് വന്നേ. എന്താന്ന് പറ. എന്താ പറ്റി? എന്താ ഉമ്മ, എന്ത് പറ്റി? എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ചോദിക്കും. അക്കു, അക്കു, എന്താ പറ്റി? എടാ എന്താ പറ്റിയെന്ന്? എടാ നിന്നോടല്ലേ ചോദിച്ചത് എന്താ പറ്റിയെന്ന്? എടാ എന്താടാ പറ്റിയ? നീ ടിക്കറ്റ് എടുക്കാൻ പോയില്ലേ? പോയതാ, എടുത്തില്ല. സോറി ചേട്ടാ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണം? അല്ല ഞാൻ കണ്ടില്ല പെട്ടെന്ന്. എന്ത് കണ്ടില്ല? അത് സോറി ചേട്ടാ, ഞാൻ കണ്ടില്ല. വണ്ടി കൊണ്ട് കുത്തിക്കിട്ടാ നീ സോറി എന്ന് പറയണ? അല്ല ഞാൻ പെട്ടെന്ന് എടുത്തപ്പോ ശ്രദ്ധിച്ചില്ല. വേണ്ട ചേട്ടാ. ഇത് പിന്നെ ആരും നോക്കുന്നത്? വേണ്ട ചേട്ടാ. പൈസ പൈസ എടുക്കാൻ. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. സോറി.
ഏതാടാ അവൻ? അവൻ ഏതാന്നാ ചോദിച്ചത്? അതാ അന്ധകാര കോളനിയില്. ദളപതി, വണ്ടി എടുക്കണ. മക്കളെ, അതാ സബാട്ടിയുടെ കോളനിയാ, സൂക്ഷിക്കണം. അല്ലോ വേണ്ട മോനെ, ആ കോളനിയിലെ പിള്ളേരെല്ലാം വെടക്ക് പിള്ളേരാ. ഉമ്മാടെ മോൻ ഞങ്ങളുടെ ചങ്കാണ്, പങ്കാളി. അവനെ കൈവച്ച പുല്ലനിന് നേരെ നിൽക്കൂല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നീ വണ്ടി എടുക്കണം. ഒന്നിറങ്ങിയടാ. ഒന്നിറങ്ങാൻ. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. ഈ ചെക്കനിത് എന്ത് കടപ്പാണ്? എടാ അക്കു, അക്കു ഹോർലിക്സ് ആടാ. എടാ അക്കു, അത് ഇവനിക്ക് എടാ എന്റെ അയ്യേ, ഇതാരറിഞ്ഞത്? എന്താണ് പാലിന്റെ ബില്ല്? അയ്യേ, ഒന്ന് പിടിച്ചടാ. ഇഷ്ടമാണ് ഒരുപാട്. ഐ ലവ് യു. പാൽക്കാരൻ നീയാണോ? ഇത് നീ എഴുതി തരേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് അറിയൂലേ? ഇതിവള് വേറെ ആർക്കോ എഴുതിയതാണ്. സത്യം പറയടി, ആരാടി അവൻ? പിന്നെ ഇത് ആരെഴുതിയാണ്? പറയൂലേ? പറ, സത്യം പറ. പറഞ്ഞേക്കട്ടാ, അല്ലെങ്കിൽ അവൻ ഞെരിച്ചു കൊല്ലും. ജെനി ചേച്ചി